Assalamu alaikum warahmatullahi wabarakatuh. Dear students, it seems to me that you have prepared for this class and you have well studied the previous class. MashaAllah. Let's wind up the last chapter. There was a king who had 3 questions in his mind which repeatedly irritated him. So he thought that if he came to know the answers of these 3 questions, he would never fail. So he announced a reward for those who giving answers to these questions. But unfortunately, the entire wise man failed to give a perfect answers, and finally the king came out of the throne, came out of the palace, and finally reached in a forest where he met with a hermit who was digging the ground. He went there with his ordinary clothes because that hermit only saw ordinary people around him. Even though the hermit couldn't recognize the king, he greeted him well, and after greetings, the king asked him the same 3 questions. But the hermit didn't spell a word. Instead, he continued his digging. And finally, the king brought the spade from his hand and he began to dig. And the hermit sat on the ground. That was the short of the previous story, the story to hear. And inshallah, let's begin with the new class. Hope you will listen well. First of all, I will read one time, and you too read with me. Okay, inshallah. When the king had dug 2 birds, he stopped and repeated his questions. The hermit gave no answer but stood up, stretching out his hand for the spade and said, "Now you rest and let me work." But the king did not give him the spade and continued to dig. 1 hour passed, then another. The sun went down behind the trees, and at last the king stuck the spade into the ground and said, "I came to you, wise man, for an answer to my question. If you can give me no answer, tell me so, and I will return home. Here comes someone running," said the hermit. Okay. When the king had dug 2 beds, അങ്ങനെ രാജാവ് 2 തടങ്ങൾ കൈക്കോട്ട് കൊണ്ട് കുഴിച്ചപ്പോൾ, ബെഡ് അല്ലെങ്കിൽ തടം, ഡിഗ് പാസ്റ്റ് ഡിഗ് നേരത്തെ പറഞ്ഞിരുന്നു. ഹി സ്റ്റോപ്ഡ് ആൻഡ് റിപ്പീറ്റഡ് ഹിസ് ക്വസ്റ്റ്യൻ. അദ്ദേഹം പണി നിർത്തി എന്നിട്ട് റിപ്പീറ്റഡ് ഹിസ് ക്വസ്റ്റ്യൻ, തൻ്റെ ചോദ്യങ്ങൾ ആവർത്തിച്ചു. റിപ്പീറ്റഡ് ആവർത്തിച്ചു. ദി ഹെർമിറ്റ് ഗേവ് നോ ആൻസർ. പക്ഷേ ഈ സന്യാസി ഉത്തരം നൽകിയില്ല. പക്ഷേ സ്റ്റുഡ് അപ്പ്, എന്താക്കി, എഴുന്നേറ്റു. സ്റ്റാൻഡ് പാസ്റ്റ് സ്റ്റുഡ്, എഴുന്നേറ്റു. സ്ട്രെച്ചിങ് ഔട്ട് ഹിസ് ഹാൻഡ്, കൈ നീട്ടിക്കൊണ്ട്. സ്ട്രെച്ചറിന് നീട്ടുക, STRETCH. ഹിസ് ഹാൻഡ്, കൈ നീട്ടി. ഫോർ ദി സ്പേഡ്, കൈക്കോട്ടിന് വേണ്ടി. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, "നൗ യു റെസ്റ്റ് ആൻഡ് ലെറ്റ് മീ വർക്ക്." ഇപ്പോൾ നിങ്ങൾ പോയി വിശ്രമിച്ചോളൂ, ഞാൻ ജോലി എടുത്തോളാം. ബട്ട് ദ കിങ് ഡിഡ് നോട്ട് ഗിവ് ഹിം ദ സ്പാഡ് ആൻഡ് കണ്ടിന്യൂ ടു ഡിഗ്. പക്ഷേ രാജാവ് എന്താക്കിയില്ല, അദ്ദേഹത്തിന് കൈക്കോട്ട് നൽകിയില്ല. ആൻഡ് കണ്ടിന്യൂ ടു ഡിഗ്, കൊയ്ക്കാൻ തുടങ്ങി. 1 hour പാസ്ഡ്, ദെൻ അനദർ. 1 മണിക്കൂർ കഴിഞ്ഞു പോയി. പാസ് കഴിഞ്ഞു പോയി, PASS, അതിൻ്റെ പാസ്റ്റാണ്, പാസ് കഴിഞ്ഞു പോയി. ദെൻ അനദർ, അങ്ങനെ മറ്റൊരു മണിക്കൂറും കഴിഞ്ഞു പോയി. 2 മണിക്കൂർ കഴിഞ്ഞു. ദ സൺ വെൻറ്റ് ഡൗൺ ബിഹൈൻഡ് ദ ട്രീസ്. ദി സൺ വെൻറ്റ് ഡൗൺ, സൂര്യൻ താന്നു. എടുത്തേക്ക്, ബിഹൈൻഡ് ദ ട്രീസ്, മരങ്ങൾക്കപ്പുറത്തേക്ക്. മരങ്ങൾക്കപ്പുറത്തേക്ക് എപ്പോഴാതാകുന്നത്? രാത്രി സൂര്യന് സന്ധ്യക്ക് അസ്തമിക്കുന്ന സമയത്ത്, അല്ല. വെൻറ്റ് ഡൗൺ ആണ് താഴേക്ക് പോയി. ബിഹൈൻഡ് അപ്പുറം, ബിഹൈൻഡ് പിറകിലായിട്ട്, പിറകിൽ, ബിഹൈൻഡ്. ഓക്കെ. ആൻഡ് അറ്റ് ലാസ്റ്റ്, അവസാനം, ദ കിങ് സ്റ്റക്ക് ദ സ്പേഡ് ഇൻ ടു ദി ഗ്രൗണ്ട് ആൻഡ് സെഡ്. അവസാനം ദേഷ്യം വന്ന് ക്ഷമ കെട്ടുകൊണ്ട് രാജാവ് എന്ത് ചെയ്തു? സ്റ്റക്ക് ദ സ്പേഡ്, ഈ കൈക്കോട്ടിനെ അടിച്ചു. ഇൻ ടു ദി ഗ്രൗണ്ടിലേക്ക്. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു. സ്റ്റിക്ക് പാസ്റ്റ് സ്റ്റക്ക്, STICK, സ്റ്റിക്ക്. അത് നൗണായിട്ട് വരുമ്പോൾ വടി എന്നർത്ഥമുണ്ട്, സ്റ്റിക്ക് നീട്ടില്ല. പിന്നെ STICK വെർബായിട്ട് വരുമ്പോൾ അത് അടിക്കുക എന്നാണ്. സ്റ്റിക്കിൻ്റെ പാസ്റ്റാണ് സ്റ്റക്ക്, STUCK, സ്റ്റക്ക്. ഓക്കെ. ഒട്ടിക്കുക, അതേപോലെ അടിക്കുക എന്നെല്ലാം ഉണ്ട്. ഇവിടെ കൈക്കോട്ട് നിലത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു, നിലത്തേക്ക് അടിച്ചു. ഓക്കെ. സ്റ്റക്ക് ദ സ്പേഡ്,
അതിനെ നിലത്തേക്ക് അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആൻസേർഡ്, എന്നിട്ട് പറഞ്ഞു, ഐ കെയിം ടു യു വൈസ് മാൻ, ഓ ബുദ്ധിമാനായ ഹെർമിറ്റ്, അങ്ങയുടെ അടുത്തേക്ക് ഞാൻ വന്നത് ഫോർ ആൻ ആൻസർ ടു മൈ ക്വസ്റ്റ്യൻസ്, എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിന് വേണ്ടിയിട്ടാണ്. ഇഫ് യു ക്യാൻ ഗിവ് മീ നോ ആൻസർ, നിനക്ക് എനിക്കുള്ള ഉത്തരം നൽകാൻ പറ്റുന്നില്ല എങ്കിൽ ടെൽ മീ സോ, എന്നോട് അത് പറഞ്ഞാൽ മതി. ആൻഡ് ഐ വിൽ റിട്ടേൺ ഹോം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളാം. റിട്ടേൺ, മടങ്ങുക, RETURN, റിട്ടേൺ, മടങ്ങുക. ഹിയർ കംസ് സമൺ റണ്ണിങ്, ഈ സമയത്ത് ആരോ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. സേ ദ ഹെർമിറ്റ്. ഹിയർ, HER, ഹിയർ ഇവിടെ എന്നുണ്ട്. ദേ അവിടെ, ദേ ഇവിടെ എന്നൊക്കെ പറയില്ല. ഹിയർ ഇവിടെ, ഹിയർ. ഇനി HEAR ആണെങ്കിൽ ഹിയർ കേൾക്കുക, അപ്പോൾ ചെവിക്കോ ഇയർ, EAR ആണ്. വർഷം YEAR, ഇയർ, വർഷം. ഓക്കെ, അപ്പോൾ ഹിയർ കംസ് സമൺ റണ്ണിങ് സേ ദ ഹെർമിറ്റ്. ഹെർമിറ്റ് പറഞ്ഞു, അതാരോ ഓടിക്കൊണ്ട് വരുന്ന, ഇതാ ഇവിടെ ആരോ ഓടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ രാജാവും ഹെർമിറ്റുമുള്ള ആ ഒരു സ്ഥലത്തേക്ക് മൂന്നാമത് ആരോ ഒരാൾ ഓടിക്കിതച്ചുകൊണ്ട് വരുന്നുണ്ട്. ആരായിരിക്കും? ഇൻഷാ അല്ലാ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികൾ, നിർബന്ധമായിട്ടും ഇത് 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് 3 വട്ടം മിനിമം വായിച്ചുകൊണ്ടേ ഇരിക്കുക. അത് നിങ്ങളെ ഗുണത്തിന് വേണ്ടിയാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഓഫ്ലൈനല്ല, ഓൺലൈനാണല്ലോ. അപ്പോൾ നിങ്ങളെ ബാക്കിൽ ഉസ്താമാർ ഇങ്ങനെ സൈക്കിളായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പഠിക്കണം. ഈ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുകയുള്ളൂ. മടി കാരണം മാറി നിന്നാൽ നമുക്ക് വിലപ്പെട്ട ഒരു വർഷമായിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ വർഷത്തിൽ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് തന്നെ എടുക്കണം. പിന്നെ ഉസ്താമാറും വടികളും ഇമ്പോസിഷനും ഈ വർഷം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ റിസ്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ കൂടുതൽ ആളുകൾ പഠിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഒന്നും കൂടി പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയാണ് എന്ന ബോധത്തോടു കൂടെ പഠിക്കണം, ഇരുന്ന് പഠിക്കണം, നോട്ട്സ് എഴുതണം, അർത്ഥങ്ങൾ എഴുതണം. ഓരോ ക്ലാസ്സിൻ്റെയും അർത്ഥം പഠിച്ചുകൊണ്ടായിരിക്കണം അടുത്ത ക്ലാസ്സിലേക്ക് വരേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെ ചോദ്യം ചോദിക്കുന്ന ഒരു സംവിധാനം നമ്മൾ ഈ സിസ്റ്റത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങളും ചോദിക്കുകയും ഓരോവരെയും അർത്ഥം വെപ്പിക്കുന്ന ഒരു രീതിയൊക്കെ ആയിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ നിങ്ങൾ സ്വന്തം കണ്ടറിഞ്ഞുകൊണ്ട്, നമ്മുടെ ഈ ഒരു സാഹചര്യമായതുകൊണ്ട് കണ്ടറിഞ്ഞുകൊണ്ട് എല്ലാവരും പഠിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ അർത്ഥങ്ങൾ പ്രത്യേകമായി എഴുതി വെക്കണം, പ്രത്യേകമായി പഠിക്കണം. പിന്നെ ഈ ക്ലാസ് ആകെ 10 മിനിറ്റേ ഉള്ളൂ. അരമണിക്കൂർ സമയത്ത് 10 മിനിറ്റ് എടുക്കുന്നത് ഇത് 3 വട്ടം നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം കിട്ടുന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ പിന്നീട് എഴുതി വെക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ. എഴുതാനുള്ള അർത്ഥങ്ങൾ ഞാൻ ഇൻഷാ അല്ലാ താഴെ വരും. പിന്നെ അതേപോലെ താഴെ 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും കൂടി എഴുതണം. ചോദ്യത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വൈ ഡിഡ് ദ കിങ് വാണ്ട് ടു നോ ആൻസേഴ്സ് ടു 3 ക്വസ്റ്റ്യൻസ്? ആ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രാജാവ് എന്തിനാണ് അറിയാൻ ആഗ്രഹിച്ചത്? ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. എന്തിനായിരുന്നു? ഓർമ്മയില്ലേ തുടക്കത്തിൽ? ഹി വുഡ് നെവർ ഫെയിൽ ഇഫ് ഹി നോസ് ദ ആൻസേഴ്സ് ടു ഹിസ് 3 ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ അത് നല്ല കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതുക, നിങ്ങളെ ഭാഷയിൽ എഴുതുക. നിങ്ങളെ ഭാഷയിലുണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ എഴുതുക. ഇത്ര നന്നാക്കി എഴുതുക. രണ്ടാമത്തത്, മെസ്സഞ്ചേഴ്സ് വെർ സെൻറ്റ് ത്രൂ ഔട്ട് ദ കിങ്ഡം. ഈ മെസ്സഞ്ചേഴ്സ്, നമ്മളെ ദൂതന്മാരെ രാജാവിൻ്റെ രാജ്യപരിധിയിൽ ഉടനീളം അയച്ചു. എന്തിനു വേണ്ടിയായിരിക്കും? അവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏതാണോ ശരി, നിങ്ങൾക്ക് ഏതാണോ ശരിയായി തോന്നുന്നത് അത് എഴുതുക. ടു ഫെച്ച് വൈസ് മെൻ, ബുദ്ധിമാന്മാരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ? ടു ഫൈൻഡ് ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ? ടു ലുക്ക് ഫോർ ദി വൈസ് ഹെർമിറ്റ്, ഒരു ബുദ്ധിമാനായ സന്യാസിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ? ടു അനൗൺസ് എ റിവാർഡ് ഫോർ ദോസ് ഹൂ കുഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം പറയുന്ന ആളുകൾക്ക് സമ്മാനം നൽകാൻ വേണ്ടിയിട്ടാണോ? ഏതാണ് ശരി ഉത്തരം അത് എഴുതുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ ദുആകളിൽ ഉൾപ്പെടുത്തുക.